മലയാളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനും ഇപ്പോൾ രാജ്യസഭാ എംപിയുമായ ഇടതുപക്ഷത്തിൻ്റെ ശക്തനായ നേതാവ് ജോൺ ബ്രിട്ടാസിന് പെന്തക്കോസ്തരോട് പരമപുച്ഛം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. Have you seen these Punjab missionaries, Prophet Baljinder? No, Have you seen this Yeshu, मेरा Yeshu? ये पेंटकोस्त है ना, बहुत ज्यादा है. ये ज्यादा अरे यार अभी स्ट्रीट में आके सबको तो देखो ये बाइबल, अरे anything which is over, but I don't think. And are you not supportive of that? I am not supportive of such. I mean, loud orchestrated campaign. I am somebody who believes that your belief in God, it's something private. Faith is a private affair. I don't think you need to demonstrate it, trumpet it. ഈ വീഡിയോയിൽ അദ്ദേഹം സംസാരിക്കുന്നത് സന്ദേശ് ഭാട്ടിയ എന്ന ഇന്ത്യയിലെ തന്നെ പ്രമുഖനായ ഒരു യൂട്യൂബറോടാണ്. നമുക്കറിയാം, ജോൺ ബ്രിട്ടാസ് പ്രതിപാദനനായ മാധ്യമപ്രവർത്തകനായിരുന്നു. കേരളം ധാരാളം മാധ്യമപ്രവർത്തകരെ കണ്ടിട്ടുണ്ട്. നികേഷ് കുമാർ, വിനു വി ജോൺ, അരുൺ കുമാർ, ഇങ്ങനെ എത്ര പേരുടെ പേരുകൾ വേണമെങ്കിലും നമുക്ക് പറയാം. ആ കൂട്ടത്തിൽ ജോൺ ബ്രിട്ടാസിനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിമുഖങ്ങളാണ്. തൻ്റെ മുൻപിലിരിക്കുന്ന വ്യക്തികളുടെ മനസ്സിൻ്റെ ഉള്ളറയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വരെ ചൂഴ്ന്നെടുത്ത് പുറത്തിടുവാൻ കഴിവുള്ള അസാധാരണ മാധ്യമ പ്രവർത്തകൻ. എനിക്ക് വളരെ ഇഷ്ടമാണ് ജോൺ ബ്രിട്ടാസിൻ്റെ അഭിമുഖങ്ങൾ, കേട്ടിരുന്നു പോകും. ഇവിടെ ഇതാ നിരവധി പേരെ അഭിമുഖം നടത്തിയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് സന്ദേശ് അദ്ദേഹവുമായി അഭിമുഖ സംഭാഷണം നടത്തുന്നു. സന്ദേശിൻ്റെ യൂട്യൂബ് ചാനലായ അൺഫിൽറ്റേഡ് ബൈ സന്ദേശ് എന്ന ചാനലിൽ അത് പ്രക്ഷേപണം ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് പെന്തക്കോസ്ത് സമൂഹത്തെക്കുറിച്ച് ഒരാവശ്യവുമില്ലാത്ത ഒരു പരാമർശം അദ്ദേഹം നടത്തുന്നു എന്ന് മാത്രമല്ല, അതീവ പുച്ഛത്തോടുകൂടിയാണ് പെന്തക്കോസ്ത് എന്ന വാക്ക് അദ്ദേഹം ഉച്ചരിക്കുന്നത്. നമുക്കറിയാം, ജോൺ ബ്രിട്ടാസിൻ്റെ അഭിമുഖങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഒരു സ്ഥായി ഭാവം തന്നെ പുച്ഛമാണ്. എങ്കിലും ആ അഭിമുഖങ്ങളുടെ ക്വാളിറ്റി മികച്ചതായതുകൊണ്ട് ആ പുച്ഛത്തെയും മറികടന്ന് നമ്മളത് കണ്ടിരുന്നു പോകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇവിടെ ഒരാവശ്യവുമില്ലാതെ കേരളത്തിലെ പ്രബലമായ ഒരു ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് വളരെ മോശമായ പരാമർശവും ബോഡി ലാംഗ്വേജിൽ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്ന പുച്ഛഭാവവും നിറഞ്ഞു നിൽക്കുന്നു. ഇത് ജോൺ ബ്രിട്ടാസിൽ നിന്ന് വരുവാൻ പാടില്ലായിരുന്നു. ജോൺ ബ്രിട്ടാസിന് ഏത് കാര്യങ്ങളും തുറന്നു പറയുവാൻ അവകാശമുണ്ട്. പക്ഷെ ഒരു സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധ അദ്ദേഹം നൽകേണ്ടതായിരുന്നു. നല്ലൊരു മാധ്യമപ്രവർത്തകനായ ജോൺ ബ്രിട്ടാസിനെ ഇതൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടന്ന കാര്യങ്ങൾ അറിയാതെ പുറത്തു വന്നു എന്നുള്ളത് മാത്രമാണെന്ന് പ്രേക്ഷകർ തിരിച്ചറിയണം. മലയാള മാധ്യമ രംഗത്ത് മുഖവിരകൾ ആവശ്യമില്ലാത്ത അസാധാരണ വ്യക്തിത്വമാണ് ജോൺ ബ്രിട്ടാസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ അദ്ദേഹം CPM പാർട്ടിയുടെ രാജ്യസഭ എംപിയുമാണ്. കൈരളി ചാനലിനെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിൻ്റെ അധ്വാനം ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഒരു പൊതുരീതി അത് മതേതര സ്വഭാവം കാണിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ധാരാളം വിശ്വാസങ്ങളുണ്ട്. പല വ്യത്യസ്തമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ജനവിഭാഗങ്ങളുണ്ട്. അവരുടെയൊക്കെ വിശ്വാസങ്ങൾ മറ്റൊരു വിഭാഗത്തിന് അരോചകമായി തോന്നുന്ന കാര്യങ്ങളുണ്ടായേക്കാം. എന്നാൽ ബഹുസ്വരതയുള്ള ഒരു രാജ്യത്ത്, വ്യത്യസ്തമായ വിശ്വാസങ്ങളും സംസ്കാരങ്ങളുമുള്ള ഒരു രാജ്യത്ത് ഈ സമൂഹങ്ങളെല്ലാം ഒന്നിച്ചു പോകുന്നതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ജോൺ ബ്രിട്ടാസിനെ പോലെ എപ്പോഴും മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുകയും എല്ലാവരെയും ചേർത്ത് നിർത്തുന്നു എന്ന് പറയുകയും ചെയ്യുന്ന വ്യക്തികൾ ഒരു കാരണവശാലും ഇതുപോലുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ ഒരു സമൂഹത്തെയും അവഹേളിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഷോയിൽ സന്ദേശ് അദ്ദേഹത്തോട് ചോദിക്കുന്നു, യേശു യേശു മേരാ യേശു എന്നുള്ള പാട്ട് കണ്ടിട്ടുണ്ടോ? പ്രൊഫറ്റ് ബൽജീന്ദർ സിംഗിൻ്റെ ആ പാട്ടിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ബൽജീന്ദർ സിംഗിനെ നമുക്കറിയാം, പഞ്ചാബിലെ ഏറ്റവും കൂടുതൽ ആളുകളെ അണിനിരത്തി ശോഭായാത്രയൊക്കെ നടത്തിയിട്ടുള്ള വിവാദ നായകനായിട്ടുള്ള ഒരു പാസ്റ്റർ. ഇപ്പോൾ അദ്ദേഹം ജയിലിലാണെന്ന് തോന്നുന്നു. പക്ഷെ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇന്റർവ്യൂ നടത്തുന്ന സന്ദേശ് പെന്തക്കോസ്ത് എന്ന വാക്കേ ഉപയോഗിക്കുന്നില്ല. ഈ ചോദ്യം കേൾക്കുമ്പോഴേക്കും ബ്രിട്ടാസ് ചിരിച്ചുകൊണ്ട്, വല്ലാതെ ചിരിച്ചുകൊണ്ട്, അത് പെന്തക്കോസ്തുകാർ അല്പം അതിരുവിട്ട കൂട്ടരാണെന്നുള്ള നിലയിൽ അദ്ദേഹം സംസാരിക്കുന്നു. അവർ നടത്തുന്ന
വളരെ കൃത്യമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനുകളെ കുറിച്ച് പറയുന്നു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് അതീവ പുച്ഛത്തോടു കൂടിയാണ് ബ്രിട്ടാസ് ഇതെല്ലാം പറയുന്നത്. വിശ്വാസം സ്വകാര്യമായി വെച്ചാൽ പോരെ എന്നൊക്കെ അദ്ദേഹം പിന്നീട് തുടർന്ന് സംസാരിക്കുന്നുണ്ട്. വിശ്വാസം സ്വകാര്യമായി വെക്കുവാനുള്ളതാണോ ബ്രിട്ടാസെ? നിങ്ങൾ ഇടതുപക്ഷത്തെ ഒരു MP അല്ലേ? ഇടതുപക്ഷത്തിന്റെ ഭാഗമല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ അംഗമല്ലേ? നിങ്ങളുടെ വിശ്വാസങ്ങളൊന്നും നിങ്ങൾ ഒളിച്ചു വെക്കാറില്ലല്ലോ. അതിനുവേണ്ടിയല്ലേ നിങ്ങൾ തെരുവുകളിൽ ഘോരഘോരം പ്രസംഗിക്കുന്നത്? തെരുവിൽ വലിയ സമ്മേളനങ്ങൾ നിങ്ങൾ നടത്താറില്ലേ? നിങ്ങൾ വലിയ പ്രകടനങ്ങൾ നടത്തി ജനത്തെ മുഴുവൻ ബുദ്ധിമുട്ടിക്കാറില്ലേ? എത്രയോ സമരങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ശബ്ദമുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ആരാധനയുടെ ഭാഗമായി അവരുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി പുറത്ത് പാട്ടുപാടുന്നതിനെയോ ബഹളം വയ്ക്കുന്നതിനെയോ നിങ്ങൾ കേട്ടിട്ട് എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? നിങ്ങൾ അവരെ എന്തിനാണ് വളരെ പുച്ഛത്തോടുകൂടെ പരാമർശിക്കുന്നത്? ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. എനിക്ക് ജോൺ ബ്രിട്ടാസിനോട് പറയുവാനുള്ളത്, താങ്കൾ ഒരുപക്ഷെ നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആകുവാൻ സാധ്യതയുള്ള ഇടതുപക്ഷത്തെ ശക്തനായ ഒരു നേതാവാണ്. അങ്ങനെ നിങ്ങൾ കേരളത്തിൽ ഒരു വലിയ ലീഡറായി വരുമ്പോൾ നിങ്ങൾക്ക് പെന്തക്കോസ്തുകാരുടെ കൂടെ വോട്ട് കിട്ടിയെങ്കിലേ മതിയാകത്തുള്ളൂ. പെന്തക്കോസ്തുകാരെയും ചേർത്ത് പിടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. പെന്തക്കോസ്തു വിശ്വാസികൾ കേരളത്തിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഒരു ചെറിയ പഠനം നടത്തുന്നത് നല്ലതായിരിക്കും. കുറഞ്ഞപക്ഷം ഇപ്പോൾ ബൈ ഇലക്ഷൻ നടക്കുവാൻ പോകുന്ന നിലമ്പൂരിൽ എത്ര പെന്തക്കോസ്ത് വോട്ടുണ്ടെന്ന് അവിടുത്തെ കൈരളി ചാനലിൻ്റെ ലേഖകനെയോ അല്ലെ അവിടുത്തെ പാർട്ടിയുടെ സെക്രട്ടറിയോ ഒക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുന്നത് നല്ലതായിരിക്കും. 20,000-ലധികം പെന്തക്കോസ്ത് വോട്ട് നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമുണ്ട് എന്ന് വെച്ചാൽ ഫലത്തെ നിയന്ത്രിക്കുവാൻ ശക്തിയുള്ള നിർണായകമായ ഒരു ജനവിഭാഗം കൂടെയാണ് പെന്തക്കോസ്തർ. അപ്പം അതും കൂടെ മനസ്സിലാക്കി വേണം ജോൺ ബ്രിട്ടാസിനെ പോലുള്ളവർ ഇതുപോലുള്ള ആശയങ്ങൾ പറയുവാൻ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ജോൺ ബ്രിട്ടാസ് ഈ അഭിമുഖത്തിനിടയിൽ മലയാളികളെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ കാപട്യത്തെക്കുറിച്ച്, നമ്മുടെ ഹിപ്പോക്രസിയെക്കുറിച്ച് വിശദമായി അദ്ദേഹം പറയുന്നു. അതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മദ്യപിക്കുന്ന ആളുകളാണ് നല്ലൊരു പങ്ക്, എന്നാൽ നാട്ടിലൊരു ബാർ വന്നാൽ നമ്മൾ സമരം ചെയ്യും. അതുപോലെ തന്നെ നല്ല ഹൈവേ വേണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ സ്വന്തം ഭൂമി ഹൈവേക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാൻ നമ്മൾ തയ്യാറല്ല. ഇങ്ങനെയൊക്കെ പല ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം ശരിയാണ്. ഇതേ മനോഭാവം തന്നെയാണ് ജോൺ ബ്രിട്ടാസിൻ്റെ ഈ അഭിമുഖത്തിൽ മുഴച്ചു നിൽക്കുന്നതും. അതായത് എപ്പോഴും ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ഇടതുപക്ഷ ആശയങ്ങളുള്ളവർ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കൾ. അതേ സമൂഹത്തിൻ്റെ ഭാഗമായ ജോൺ ബ്രിട്ടാസ്, എല്ലാവരെയും സമഭാവനയോടെ ഒന്നിച്ചു കാണേണ്ടുന്ന ജോൺ ബ്രിട്ടാസ് പെന്തക്കോസ്തുകാരെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നടത്തുന്ന ആ ചിരി ഉണ്ടല്ലോ, ആ പുച്ഛച്ചിരി, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പെന്തക്കോസ്തിനെ കുറിച്ചുള്ള ധാരണ എന്താണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിനുള്ള ആ സമൂഹത്തോടുള്ള പുച്ഛമാണ് അറിയാതെ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിനിടയിൽ പുറത്തു വന്നത്. ഏതായാലും ഇത് കാണുന്ന പെന്തക്കോസ്ത് വിശ്വാസികളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മളുടെ രാഷ്ട്രീയക്കാരിൽ പലരും ഇതുപോലെയാണ്. അവർ നമ്മളെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കും, എന്നാൽ അവരുടെ ഹൃദയത്തിനകത്ത് ഉള്ളറകളിൽ അവർ നമ്മെക്കുറിച്ച് വെച്ചിരിക്കുന്ന ധാരണകൾ പലപ്പോഴും ഇതുപോലുള്ളതാണ്. ജോൺ ബ്രിട്ടാസ് അത് തുറന്നു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒരുപക്ഷെ ഹിന്ദിയിൽ നടത്തുന്ന ഒരു അഭിമുഖം നമ്മളാരും കാണത്തില്ലെന്ന് വിചാരിച്ചായിരിക്കും അദ്ദേഹം അത് പറഞ്ഞത്. എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, എൻ്റെ പ്രേക്ഷകരോട് ചോദിക്കുവാനുള്ളത്, ജോൺ ബ്രിട്ടാസിനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് എന്ത് മറുപടിയാണ് നമുക്ക് നൽകുവാൻ സാധിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുക.